എടാ 2 ഫോണിൽ ഏതെങ്കിലും എടുത്തോളൂ. പിന്നെ എന്നിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ ഫോൺ എടുത്തെന്ന് പറഞ്ഞ് പെറ്റിയടിക്കാനായിട്ട്. ഒന്ന് പോ സാറേ. സാർ ഞങ്ങൾ കോവൂർ സിഗ്നലിന് അടുത്തുണ്ട് സാർ. അവിടെ തന്നെ ഉണ്ടവൻ. ആ ഏരിയ മൊത്തം ഓക്കെ സാർ. അവിടെ നിന്ന് മിസ്സാവരുത്. ഓക്കെ സാർ. ജംഷേ വാ. ഇവിടെ അവൻ ഈ ഏരിയയിൽ എവിടെയാണ് സാറേ? കാശ് അലവലാദികള്. ആ കാക്കി ബാൻഡ് കണ്ടപ്പോഴേ തോന്നി കാശ് കിട്ടില്ലാന്ന്. പടച്ചോനെ, ഇതിന്റെ അടിയൊന്നും നിക്കണില്ലല്ലോ. ഫോൺ എടുക്കണില്ലല്ലോ. ഓനെ കണ്ട ഒരു പാവത്തിനെ പോലെ ഇരിക്കുന്നു. പാവത്തിനെ പോലെ ഇരിക്കുന്നു. പക്ഷെ ഓന്റെ കണ്ണിലൊരു കള്ള ലക്ഷണമുണ്ട്. ചങ്ങാതിയെ പറ്റിക്കാൻ മാത്രം ചങ്കുറപ്പുള്ളവനാണെന്ന് തോന്നുന്നില്ല. ഓടട്ടെന്നേ, കോഴിക്കോടിന്റെ കളം നമ്മളെ കൈവെള്ളിലാണെന്ന് ചെക്കനറിയില്ലല്ലേ. അല്ല ഷാജേട്ടാ, മറ്റേ അലിക്കട കൂട്ടരനെ മാന്തിയാലോ? ഓന് വേണ്ട നമ്മളെ കായല്ലേ, കായ കൊണ്ട് പോട്ട്. നമുക്ക് വേണ്ട ചെക്കനെയാ. ചെക്കന്റെ മയ്യത്തിന് ഇപ്പൊ 2 കോടിക്ക് മേൽ വില വരും. ഉമ്മാന്റെയും മോന്റെയും മയ്യത്ത് ഒരുമിച്ചെടുക്കേണ്ടി വരുമോ ഷാജേട്ടാ? വെള്ളമണ്ടി ഓ ഫ്രണ്ട്സ് ആയിരിക്കും അല്ലേ? അതെന്താന്ന് പറയാം, ഞാനിപ്പോൾ ഇവിടെ നിന്നപ്പം 2 പോലീസുകാർ വന്നു. അവരോട് 2 പേരോട് ഞാൻ ആദ്യം പറഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്യാം. പക്ഷെ അവരെന്നെ അറസ്റ്റ് ചെയ്തില്ല. അതുകൊണ്ട് ഒരു ഐഡിയ പ്രയോഗിക്കാൻ പോവാം. ഞാനിപ്പോൾ അന്ന് തല്ലാൻ പോവാ നിങ്ങളെ. നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി പരാതി കൊടുക്കുന്നു, അവരെന്നെ വന്ന് അറസ്റ്റ് ചെയ്യും. കൊന്നുകളാണ്. നിങ്ങൾ നാളെ രാവിലെ 10 മണിക്ക് ഞാൻ ബുക്ക് ചെയ്യും. ഇപ്പോഴത്തെ പിള്ളേരോട് അടി പറഞ്ഞ അപ്പൊ അടിയാ. അവന്മാരെ തല്ലിയിട്ട് പോയ കണ്ടില്ല, കൂട്ടുകാരനാണ് പോയി. എടാ, നിന്നെ വളർത്തിയ സമയത്ത് ഒരു പട്ടയെ വളർത്തി അത് കുഴക്കുകയും ചെയ്തേ. എവിടെ പോ, ഇങ്ങോട്ട് വാ. എല്ലാം ശരിയാവും, ഞാനില്ലേ കൂടെ. ഓർഡർ പോലീസാ? ചേട്ടാ, ഇവനെന്തിനാ അതിനകത്തോട്ട് ഓടിക്കേറിയത്? അടുത്ത പണി. നിന്റെ ഫോൺ എന്തേടാ? എത്ര നേരായി വിളിക്കുന്നേ? കരണ്ടൊന്നും ഇല്ലേന്, ചാർജ് ഇല്ലാണ്ട് ഫോൺ ഓഫ് ആയി പോയി. നീ എന്തിനാ ഇപ്പൊ ഓടിയേ? ഞാനോ? ശരിയാണല്ലോ, ഞാനെന്തിനാ ഓടിയത്? അത് എന്നോടാണോ ചോദിക്കണേ? ഓനോടി ഉണ്ടല്ലോ ഞാൻ ഓടിയത്. ഓനാരാ? ഓൻ ഇവനോ? ഏച്ചിക്കറിയോനെ? ഡോ, ഇങ്ങോട്ട് വാടോ. പേടിക്കണ്ട, പോര്. ഏച്ചൊന്നും ചെയ്യില്ല. അത് ഇവിടെ രാവിലെ മുതൽ പെട്ട ഒരു പാവം പയ്യനാന്ന്. ഓന്റെ ഫോൺ ഒരു വണ്ടി വെച്ച് കളഞ്ഞു പോയി, അത് തപ്പി ഇറങ്ങിയതാ. ഡോ, താൻ എവിടെന്നാ? എറണാകുളം. തന്റെ പേരെന്താ? ഷാനു. ഇവിടെ കുറച്ച് പൈസ വാങ്ങാൻ വന്നതാ. നിന്നോട് ഞാൻ ചോദിച്ചോ? അത് പിന്നെ ഓൻ എന്നോട് എല്ലാം പറഞ്ഞിരുന്നു. ചേച്ചി വെച്ച് ബുദ്ധിമുട്ടുണ്ടാന്ന് കരുതിട്ടാ. നീ വല്ലതും കഴിച്ചോ? ഇല്ല ചേച്ചി, ഇത്രയും നേരം നിലത്ത് നിൽക്കാത്ത ഓട്ടായിരുന്നു. ഇപ്പൊ നല്ല വിശപ്പ്. ഇതിനേക്കാ വിശപ്പുള്ള കൊറേ പേര് ആ വഴിയിലുണ്ടാവും. അവർക്കൊക്കെ കൊടുത്തിട്ട് നീ കഴിച്ചാ മതി. നാരായണേട്ടന്റെ ഓട്ടോയില് ഫുഡ് ഉണ്ട്, അങ്ങനെ മാനാഞ്ചലിൽ കാണും. നീ അങ്ങോട്ട് വേഗം ചെല്ല്. അല്ല, അപ്പൊ ഈ ചക്കര കാര്യോ? അത് ഞാൻ നോക്കിക്കോളാം. അപ്പൊ പോണല്ലേ? ഒന്ന് പോ എന്റെ കണ്ണപ്പാ. എന്നാ പയ്യെ പിന്നെ പോയിട്ട് വരാം. പിന്നെ നമ്മുടെ നാരായണേട്ടന് ഇടയ്ക്ക് വിടാനുള്ള പണ്ടിട്ട് മമ്മാലില്ലേ, പുള്ളിയുടെ ഓട്ടോയിലാ ഫോൺ പോയത്. ശരി. അപ്പൊ ശരി, എന്നാ ഞാൻ പോയി ഫുഡ് കൊടുത്തിട്ട് വരാം. ധൈര്യമായി ഇരിക്കേ, കഴിയുമ്പോ വിളിച്ചാ മതി, ചേച്ചി കണ്ടുപിടിച്ച് തരും. ശരി ചേച്ചി. ഞാനൊരു കുഴപ്പക്കാരനൊന്നുമല്ല. എൻ്റെ ഉമ്മയുടെ ആശുപത്രി ആവശ്യത്തിന് ഒരാളിൽ നിന്ന് കുറച്ച് കാശ് വാങ്ങാൻ വേണ്ടി വന്നതാ. അവരുടെ നമ്പർ ആ ഫോണിലായിപ്പോയി. അവരുടെ അഡ്രസ് എനിക്ക് അറിയില്ലേ? ഇല്ല, എനിക്ക് നമ്പർ മാത്രമേ തന്നുള്ളൂ. അല്ല, രാവിലെ താൻ എന്തിനാ ഓടിയത്? അത് പിന്നെ പോവാലെന്ന് പറഞ്ഞ പോലീസിനെ വിളിച്ചപ്പോ ഞാൻ
ഞാനാകെ പേടിച്ചു പോയി. അതാ. വാ വാടോ, തനിക്ക് ഫോൺ വേണ്ടേ? ആ അപ്പൊ കേറ്.